എല്ലാ മക്കളും കൂടുതൽ വാപ്പാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു വാക്കാണ്. നിങ്ങളൊക്കെ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ SSLC എക്സാം എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഉമ്മയോടും ചോദിക്കും ഇതേ ചോദ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് ആ മക്കളെത്തുന്നത്? കൂടുതൽ നമ്മളവരോട് പറയുന്നു പഠിക്കുക എന്നുള്ളത്. അല്ല, പഠിക്കാൻ വേണ്ടി എന്തൊക്കെയോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും സഹിക്കാനാകാതെ വരുമ്പോൾ നമ്മുടെയൊക്കെ രേഖകളൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവർ കാണുന്ന മാർക്കുകളൊക്കെ അവരുടെ മനസ്സിലിട്ട് വെക്കുകയും അവസരം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിൽ വരുന്നുണ്ട്. അവരത് വിചാരിക്കുന്നത് നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അഥവാ രക്ഷിതാക്കളായ ഉപ്പയും ഉമ്മയൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെക്കൊണ്ട് എടുത്താൽ പൊന്താത്ത ഭാരങ്ങളൊക്കെ എടുപ്പിക്കുന്നത്, ഞാനും അങ്ങനെയൊക്കെയായിട്ട് മുന്നോട്ട് പോകൂലേ എന്ന ഒരു മിഥ്യാധാരണയാണ്. ആ പാവങ്ങളായ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കത് ഈ ഇപ്പോഴുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ എന്താണോ അവർക്ക് മുമ്പിൽ തെളിയുന്നത് അത് അവരുടെ പിടിവള്ളിയാണ്. പക്ഷേ ഉമ്മമാരോടൊന്ന് പറയട്ടെ, അവരോട് നമ്മൾ നന്നായി നിൽക്കുമ്പോൾ മാത്രമേ അവർ പഠിക്കാൻ വരുള്ളൂ. കുത്തിച്ചീച്ചിട്ട് പഠിപ്പിക്കാൻ നോക്കിയാൽ ഒരു കുട്ടിയും പഠിക്കില്ല. കുട്ടികളോടൊന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മക്കും വാപ്പക്കും കിട്ടിയ മാർക്ക് നോക്കി നമ്മൾ പഠിക്കാൻ നിന്നാൽ ഒരു കാലത്തും നമ്മളും എവിടെ എത്തൂല. കാരണം ആ കാലം വേറെയായിരുന്നു, ആ കാലഘട്ടത്തിലെ ടെക്നോളജി വേറെയായിരുന്നു, അന്നത്തെ ജീവിത ശീലങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. ഇന്ന് അത്യാധുനിക ലോകമാണ്. പഠിക്കാത്തവർക്ക് ഒരു രക്ഷയുണ്ടാവില്ല. താഴെ ലെവലിൽ ഇരിക്കുന്ന ആൾക്ക് പോലും ഈ ഡോക്യുമെൻറ്റ്സ് കാണിക്കേണ്ട ഒരവസ്ഥ വിശേഷമാണ് വരുന്നത്. അവിടെയാണ് വാപ്പയുടെ മാർക്ക് നോക്കിയിട്ട് ഉമ്മയുടെ മാർക്ക് നോക്കിയിട്ട് അവരെ വിലയിരുത്താതെ നമ്മൾ പഠിക്കാൻ ഇറങ്ങേണ്ടത്. ഉമ്മയും വാപ്പയും ഒക്കെ പറയുന്നത് എന്തിനെന്നറിയോ? നമ്മൾക്ക് ആ കഷ്ടപ്പാടുണ്ടാകരുത്. ഈ A+ഉം ടോപ്പ്+ കിട്ടാത്തതിൻ്റെ പേരിൽ എത്രയോ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആഗ്രഹങ്ങളൊക്കെ എമ്പാടും ഉണ്ടായിട്ട് ഈ ഒരൊറ്റ കുറവിൻ്റെ പേരിൽ അവരുപേക്ഷിച്ച് പോന്നിട്ടുണ്ട്. ഒരുപാട് കൊട്ടിയടക്കപ്പെട്ട കവാടങ്ങൾ അവർക്ക് മുമ്പിലുണ്ട് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ. ആഗ്രഹം കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ആ ഭാഗ്യമേ എന്നേക്കുമായി അടക്കപ്പെട്ട ഒരുപാട് കഥകൾ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ പറയാനുണ്ടാവും. എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരവസരത്തിൻ്റെ കവാടങ്ങളൊന്നും അടക്കപ്പെടരുത് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അംഗീകരിക്കണം. അല്ലാതെ നിങ്ങളെ അസമാധാനത്തിലാക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കാനോ ഒന്നുമല്ല ഉമ്മയും വാപ്പയും ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങളോടൊപ്പം ചേർന്ന് ഉള്ള ഫീസും കൊടുത്തിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മികച്ചു നിൽക്കണം. ഞങ്ങളെക്കാൾ ഔന്നത്യത്തിൽ ജീവിക്കുന്നത് ഞങ്ങൾ രക്ഷിതാക്കൾ കാണണമെന്ന് അടങ്ങാത്ത ആഗ്രഹവും കൊതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരു മാർക്കിനൊക്കെ ആ ചീത്ത പറയും ഉമ്മ എന്ന് പറയുന്ന മക്കളോട് പറയട്ടെ, ആ ഒരു മാർക്ക് വല്ലാത്തൊരു മാർക്കാണ്. കാരണം ഉമ്മക്ക് കിട്ടാത്ത പോയതിൻ്റെ ആ വലിയ വില മകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരിക ചെയ്യുന്നത്. അതുകൊണ്ട് വാപ്പയും ഉമ്മയും നിങ്ങളുടെ വഴികാട്ടികളാണ്. അവർ പറയുന്ന മാർക്കുകൾ വാങ്ങാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അല്ലാതെ ആ വാക്കുകളെ നമ്മൾ വെറുക്കാൻ പാടില്ല. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളെ വളർത്തണം. നിങ്ങളിലൂടെ ആ കിട്ടാതെ പോയതൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട മക്കളെ, വിദ്യാർത്ഥി സമൂഹമേ, ഉമ്മയും വാപ്പയുടെയും ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റോ നോക്കിയിട്ട് ഒരിക്കലും വിലയിരുത്തരുത്. കാരണം നിങ്ങളങ്ങനെ വിലയിരുത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് എന്നേക്കുമില്ലാതെ എല്ലാ അർത്ഥത്തിലും കെട്ടുപോകുന്നത്. അവർക്ക് കിട്ടാതെ പോയത് നമ്മൾ സാധിപ്പിച്ച് കാണിച്ചു കൊടുക്കുക.